ബൈക്കിന്റെ 4 ടയറും വെച്ചിട്ട് കാളവണ്ടി ഓട്ടുന്നു. ഇവിടെയാണ് ഇതിന്റെ കാളേന്റെ ബസ് സ്റ്റോപ്പ്. നമ്മളിന്ന് നിങ്ങളെയും കൂട്ടി പോകുന്നത് ഇഷ ഫൗണ്ടേഷൻസ് യോഗ സെൻറ്റർ കോയമ്പത്തൂരുള്ളത്. ആദിയോഗി സ്റ്റാച്യു ഒക്കെ ഉള്ള അടിപൊളി ടൂറിസ്റ്റ് സ്പോട്ട്. ഇവിടുത്തെ പ്രവേശന സമയം വരുന്നത് രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 8 മണി വരെ. ബ്രിജേഷാണ് PP വേൾഡിൽ നിന്ന്. നമ്മൾ പഴനി പോയിട്ട് മടങ്ങി വരുന്ന വഴിക്ക് കോയമ്പത്തൂരിൽ നിന്ന് ആദിയോഗി, നമ്മളെ എൻ്റെ ബാക്കിൽ കാണാൻ പറ്റും ആദിയോഗി സ്റ്റാച്യു, ഇഷ ഫൗണ്ടേഷൻസിൻ്റെ യോഗ സെൻറ്ററിൻ്റെ അവിടെയുള്ള ആദിയോഗി സ്റ്റാച്യു, ശിവ സ്റ്റാച്യു, അത് കാണാൻ വേണ്ടി വന്നിട്ടാണ് ഉള്ളത്. ചുറ്റും മലനിരകളായിട്ട് നല്ല ഒരു അടിപൊളി സ്പോട്ടാണ് ഇത്. അതിൻ്റെ സെൻറ്ററിൽ ശിവൻ്റെ സ്റ്റാച്യു, ഗിന്നസ് വേൾഡ് റെക്കോർഡൊക്കെ കിട്ടിയിട്ടുള്ള ഒരു അടിപൊളി സ്റ്റാച്യു ആണ്. 34 മീറ്റർ ഹൈറ്റും ഏകദേശം 25 മീറ്ററോളം വിഡ്ത്തും ഉള്ളൊരു സ്റ്റാച്യു ആണ്. അപ്പോൾ ഈ ഒരു വണ്ടിയിൽ നമുക്ക് ഉള്ളോളം പോവാം. ഈ ഒരു വണ്ടിയിൽ 10 രൂപയാണ് ഒരാൾക്ക് ചാർജ് ചെയ്യുന്നത്. എൻട്രൻസിൻ്റെ അവിടെ സ്റ്റാച്യുവിൻ്റെ അടുത്തേക്ക് കുറച്ച് ദൂരമുണ്ട്. അപ്പം ഈ ഒരു വണ്ടിയിലാകുമ്പം 10 രൂപക്ക് അവിടം വരെ ഉണ്ടാക്കി തരും. നല്ല അടിപൊളി സ്പോട്ടാണ്. എല്ലാവരുടെ നിന്ന് റീൽസും വീഡിയോസും ഒക്കെ എടുക്കുന്ന തിരക്കിലാണേ. ഇവിടെ ശിവന്റെ തൊട്ട് താഴെയായിട്ട് ആൾക്കാർക്ക് തൊഴാനൊക്കെ ഉള്ളൊരു സംവിധാനമുണ്ട്. ഇവിടെ ഫുൾ ടൈം ഒരാൾ ഭജനയൊക്കെ ചെയ്യുന്നുണ്ട്. അവിടെ ആൾക്കാർക്ക് കയറി പ്രാർത്ഥിക്കാനൊക്കെ പറ്റും. നമ്മളിപ്പോൾ ശിവ സ്റ്റാച്യുവിൻ്റെ പിന്നിലാണ് ഉള്ളത്. ഇവിടുന്ന് പിന്നിന്ന് ബാക്കിലേക്ക് കുറച്ച് പരിപാടിയുണ്ട്. അവിടത്തേക്ക് ഇലക്ട്രിക് വെഹിക്കിളും ഉണ്ട്, അതുപോലെ തന്നെ കാള വണ്ടിയുണ്ട്. കാളേൻ്റെ ബാക്കിൽ ഫിറ്റാക്കിയിട്ടുള്ള വണ്ടി, പഴയ മോഡൽ കാള വണ്ടിയല്ല, പുതിയ മോഡൽ, പുതിയ ന്യൂ ജെൻ എന്ന് പറയില്ലേ, ന്യൂ ജനറേഷൻ കാളവണ്ടി. അപ്പോൾ ഇവിടുന്ന് അവിടെ ഒരു ടിക്കറ്റ് കൗണ്ടർ കാണുന്നുണ്ട്. അപ്പോൾ ഇവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് പോക്കായിരിക്കും. അപ്പോൾ എന്താണെന്ന് നമുക്ക് അങ്ങോട്ട് പോയിട്ട് നോക്കാം. ഇത് ഏക്കർ കണക്കിന് സ്ഥലമാണ്. ഇവിടെ കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബാക്കിൽ ടെമ്പിളും കോട്ടേജും ഒക്കെ ഉണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ അന്വേഷിച്ചപ്പോൾ ഇതിൻ്റെ ബാക്കിൽ അങ്ങോട്ട് അവിടെ ടെമ്പിൾസ്, കോട്ടേജ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഏതായാലും അങ്ങോട്ടൊന്ന് പോയി നോക്കാം. അപ്പോൾ ഇവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് വേണം നമുക്ക് കാളവണ്ടിയിൽ പോകാൻ വേണ്ടിയിട്ട്. കാളവണ്ടിക്ക് പോകുന്നതിന് ഓർമ്മ ഇവിടെ കാറ്റൽ ഫീഡിങ്ങിന് വല്ലതും ചാർജ് ഉണ്ട്. കാറ്റൽ ഫീഡിങ്, കാളക്ക് തീറ്റ കൊടുക്കാനുള്ള ഇതുണ്ട്. 50 റുപ്യേൻ്റെ തീറ്റ കൊടുക്കാവാണെങ്കിൽ. അവിടെ അടിപൊളിയല്ലോ. അപ്പോൾ ആ വണ്ടിയിൽ ആൾ ഫുള്ളായി പോയി. ഇനി ഈ വണ്ടിയിൽ പോവാം. നമ്മുടെ ഈ കാളവണ്ടി 10 റുപ്യാണ് ഒരാൾക്ക് ചാർജ് ചെയ്യുന്നത്. ഇത് 1 സൈഡാ 10, അപ്പം 40 റുപ്യ വരാം 4 ആൾക്ക്. അങ്ങനെ കാളവണ്ടി ഫുള്ളായി. നമ്മളെ കാളവണ്ടി പുറപ്പെട്ടു. ബൈക്കിന്റെ 4 ടയറും വെച്ചിട്ട് കാളവണ്ടി ഓട്ടുന്നു. ഇവിടെ ഇതിന്റെ ടൈമിംഗ് ഒക്കെ ബോർഡിൽ കൊടുത്തിട്ടുണ്ട്. ധ്യാനലിംഗ ടൈമിങ്സ്, ഇവന്റ്സ്, ധ്യാനലിംഗ എന്തൊക്കെ പരിപാടിയുള്ള എന്നുള്ള ബോർഡിൽ കൊടുത്തിട്ടുണ്ട്. പോകുന്ന വഴിക്ക് ഫുഡൊക്കെ കഴിക്കാനുള്ള സ്പേസ് എല്ലാം ഉണ്ട്. ചെറിയ ചെറിയ കടകൾ, ക്യാൻറ്റീൻസ് പോലത്തെ. നമ്മൾ പുറത്തുനിന്ന് കാണുമ്പോൾ വിചാരിക്കും ചെറിയ ദൂരമേ ഉള്ളൂ, എന്നാലും ഉള്ളിലേക്ക് അത്യാവശ്യം കുറച്ച് ദൂരമുണ്ട്. കാളവണ്ടിയിൽ പോകുന്നത് തന്നെയാണ് ഏറ്റവും ബെസ്റ്റ്. അല്ലെങ്കിൽ കുറേ ക്ഷീണം പിടിക്കും. കുറേ ഷോപ്പുകളുണ്ട്, ചെറിയ ചെറിയ ഷോപ്പുകൾ പോകുന്ന വഴിക്ക്. അങ്ങനെ നമ്മൾ ഏകദേശം ഇറങ്ങേണ്ട സ്ഥലത്തെത്തി. ഇവിടെയാണ് ഇതിൻ്റെ കാളേൻ്റെ ബസ് സ്റ്റോപ്പ്. നമ്മളങ്ങനെ കാളവണ്ടിയിൽ കയറിയിട്ട് ഈ ടെമ്പിളിലേക്ക് കയറാൻ വേണ്ടിയിട്ടുള്ള ആ സർവീസാണ് അത്. ധ്യാനലിംഗ എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ അകത്തേക്കാണ് പോകേണ്ടത്, അമ്പലത്തിലേക്ക്.
അപ്പോൾ ഇവിടുന്ന് ഫുൾ ചെക്ക് ചെയ്തിട്ട് മാത്രമേ ഉള്ളിലേക്ക് പ്രവേശനമുള്ളൂ. ഇപ്പോൾ മൊബൈൽ ഫോൺസ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അകത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വിടില്ല. അവിടുന്ന് ഫുൾ ചെക്കിംഗ് ഉണ്ട്. അപ്പം ഇതിൻ്റെ പുറത്ത് തന്നെ മൊബൈൽ ഫോൺസ് അങ്ങനെയുള്ള എല്ലാം വെക്കാൻ വേണ്ടിയിട്ടുള്ള കൗണ്ടർ ഉണ്ട്, ഫ്രീ കൗണ്ടർ. ഇവിടെ വാല്യുബിൾ ഡെപ്പോസിറ്റ്സ് കൗണ്ടർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഫ്രീ സർവീസാണ്. നമ്മളെ വാല്യുബിൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കൗണ്ടറിൽ ഏൽപ്പിച്ചിട്ട് പോകാൻ പറ്റും. അപ്പോൾ നമ്മൾ ലഗേജ് എല്ലാം ഈ സ്കാനിങ് മെഷീനിൽ വെച്ചിട്ട് സ്കാൻ ചെയ്തിട്ട് അകത്ത് ഡെപ്പോസിറ്റ് കൗണ്ടറിൽ കൊടുത്തിട്ട് വേണം നമുക്ക് അവിടെ ടെമ്പിളിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഇഷ ഫൗണ്ടേഷൻ്റെ യോഗ സെൻറ്റർ നമ്മൾ അമ്പലത്തിൽ നിന്ന് കയറി ഇറങ്ങി. അപ്പോൾ ഇതുവരെ ഇവിടെ വരാത്തവർ തീർച്ചയായും കോയമ്പത്തൂർ വരുമ്പോൾ ഒന്ന് ഇവിടെ വന്ന് നോക്കണം. നല്ല അടിപൊളി പ്ലേസാണ്. ഈ അമ്പലത്തിൻ്റെ ഉള്ളിലെല്ലാം പിന്നെ നമ്മളാ മൊബൈൽ ഫോൺസ് റെസ്ട്രിക്റ്റഡ് ഏരിയയിലെല്ലാം ഒരുപാട് കാണാനുണ്ട്. നമ്മൾ ഫ്രണ്ടിൽ ഉള്ള അത്രയും സ്പേസ് തന്നെ അകത്തുമുണ്ട്. അവിടെ അമ്പലവും പിന്നെ സ്നാനകേന്ദ്രം അങ്ങനെയൊക്കെ ആയിട്ട് ഒരുപാട് കാണാനുണ്ട്. അപ്പോൾ ഇതുവരെ കാണാത്തവരൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാം. ഇത് നഴ്സറിയാണേ. ഇവിടെയുള്ള നഴ്സറി ചെടികളെല്ലാം 3 റുപ്യക്ക് ചെടികളെല്ലാം കിട്ടുന്ന സ്ഥലമാണിത്. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കോയമ്പത്തൂർ വന്നു കഴിഞ്ഞാൽ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്ത ഒരു സ്പോട്ടാണ് ഇത്. ആദിയോഗി ഇഷ ഫൗണ്ടേഷൻ്റെ ആദിയോഗി ശിവ സ്റ്റാച്യു. പിന്നെ വൈകുന്നേരങ്ങളിൽ നല്ല ലൈറ്റിങ്ങും കാര്യങ്ങളും അങ്ങനെയുള്ള പരിപാടികളെല്ലാം ഉണ്ട്. നമുക്ക് അതിനൊന്നും നിൽക്കാൻ ഇപ്പം സമയമില്ല. ഇന്ന് രാത്രിത്തെ ട്രെയിനിന് നാട്ടിലേക്ക് തിരിച്ചു പോകണം. അപ്പം പഴനിയൊക്കെ വന്ന് മടങ്ങുന്നവർക്കൊക്കെ വിസിറ്റ് ചെയ്യാൻ പറ്റിയൊരു സ്പോട്ടാണ്. കോയമ്പത്തൂരിൽ നിന്ന് ഒരു 3/4 മണിക്കൂറിൻ്റെ യാത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മളെ ചാനൽ ഇഷ്ടപ്പെടുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുന്നവർ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ആദിയോഗി ശിവ സ്റ്റാച്യു